ഓഫ് ഗോഡ് ടുഡേ 3-ാം മണിക്കൂർ. സംഖ്യാപുസ്തകം 11-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. കർത്താവിന് അനിഷ്ടമാം വിധം ജനം പിറുപിറുത്തു. ഇത് കേട്ടപ്പോൾ കർത്താവിൻ്റെ കോപം ജ്വലിച്ചു. അവിടുത്തെ അഗ്നി അവരുടെ ഇടയിൽ പടർന്നു കത്തി. ഇത് പാളയത്തിൻ്റെ ചില ഭാഗങ്ങൾ ദഹിപ്പിച്ചു കളഞ്ഞു. ജനം മോശയോട് നിലവിളിച്ചു. അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അഗ്നി ശമിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ കോപാഗ്നി അവരുടെ ഇടയിൽ ജ്വലിച്ചതിനാൽ ആ സ്ഥലത്തിന് തബേര എന്ന് പേരായി. ഇസ്രായേൽക്കാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന അന്യവർഗക്കാർ ദുരാഗ്രഹങ്ങൾക്ക് അടിമകളായി. ഇസ്രായേലിയരും സങ്കടപ്പറച്ചിൽ തുടർന്നു. ആരാണ് ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ മാംസം തരിക? ഈജിപ്തിൽ വെറുതെ കിട്ടിയിരുന്ന മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, സവോള, ചുവന്നുള്ളി, വെളുത്തുള്ളി ഇവയെല്ലാം ഞങ്ങൾ ഓർക്കുന്നു. ഇവിടെ ഞങ്ങളുടെ പ്രാണൻ പോകുന്നു. ഈ മന്ന അല്ലാതെ മറ്റൊന്നും കാണാനില്ല. മന്നായ്ക്ക് കൊത്തമ്പലിരിയുടെ ആകൃതിയും ഗുൽഗുലുവിൻ്റെ നിറവുമായിരുന്നു. ജനം ചുറ്റി നടന്ന് അത് ശേഖരിച്ച് തിരികലിലോ ഉരലിലോ ഇടിച്ച് പൊടിച്ച് കലത്തിൽ വേവിച്ച് അപ്പം ഉണ്ടാക്കിപ്പോന്നു. എണ്ണ ചേർത്ത ചുട്ട അപ്പത്തിൻ്റേതുപോലെ ആയിരുന്നു അതിൻ്റെ രുചി. രാത്രി പാളയത്തിന്മേൽ മഞ്ഞ് പെയ്യുമ്പോൾ മന്നായും പെയ്യുമായിരുന്നു. പ്രിയമുള്ളവരെ, ഇസ്രായേൽ ജനം കർത്താവിൻ്റെ മുമ്പിൽ പിറുപിറുക്കുന്നതാണ് നാം കാണുക. ഇത്രയേറെ കരുതലോടുകൂടി തൻ്റെ ജനത്തെ ദൈവം പരിപാലിച്ചു കൊണ്ടുവന്നു. അവർക്ക് വേണ്ടതെല്ലാം കൊടുത്തു. രാത്രി അഗ്നിസ്തംഭവും പകൽ മേഘസ്തംഭവുമായിട്ട് അവരുടെ കൂടെ ഇരുന്നു. എല്ലാം ആയിട്ടും കിട്ടിയ നന്മകളെക്കുറിച്ച് ഓർത്ത് നന്ദി പറയാതെ കിട്ടാത്തതിനെ ഓർത്ത് നിലവിളിക്കുന്ന ജനം. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് കടന്നു വരുമ്പം ഇന്ന് ഇതേ മനോഭാവത്തോടെ പോകുന്നവരാണോ നാമും? ദൈവത്തിന് നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് ഓർത്ത് നന്ദി പറയാൻ ഈ നോമ്പുകാലം നമുക്ക് വിനിയോഗിക്കാം. എന്തെല്ലാം അനുഗ്രഹങ്ങളാണ്! നേരം വെളുത്ത് ഉണർന്നെഴുന്നേൽക്കുന്നത് പോലും അവൻ്റെ കൃപയാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം. ഒരു വാക്ക് പറയണമെങ്കിൽ, ഒരു ചുവട് വെക്കണമെങ്കിൽ ഇതെല്ലാം അവൻ അനുവദിച്ചാൽ മാത്രമേ ഉള്ളൂ. എന്തെല്ലാം അനുഗ്രഹങ്ങൾ! നിരന്തരം വേണ്ടതെല്ലാം തന്നു പരിപാലിച്ചിട്ടും ഇസ്രായേൽ ജനത്തെ പോലെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ ഞങ്ങൾക്ക് സവോള കിട്ടിയിരുന്നു, ഉള്ളി കിട്ടിയിരുന്നു, മീൻ കിട്ടിയിരുന്നു എന്നൊക്കെ പറഞ്ഞ് കർത്താവിനെ പ്രകോപിപ്പിക്കുന്ന വിധത്തിലേക്ക് ആകാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഈ നോമ്പുകാലം നമ്മുടെ ജീവിതത്തിലെ നന്ദിയില്ലാത്തവരായിട്ട് പോകാതിരിക്കാൻ നന്ദിയോടെ ജീവിക്കാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. കിട്ടുന്നതിനൊക്കെ നന്ദി പറയുവാനും നന്ദിയുള്ളവരായി ജീവിക്കുവാനും ഉള്ളതിൽ സംതൃപ്തി കണ്ടെത്താനും പറ്റണം. നോമ്പുകാലം നമ്മളെ അതിന് ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. ഉള്ളതിൽ സംതൃപ്തി കണ്ടെത്തുക. പൗലോസ്ലീഹ നമ്മളോട് പറയുന്നൊരു വാക്യം, ഉണ്ണാനും ഉടുക്കാനുമുണ്ടെങ്കിൽ മതിയെന്ന് വെക്കാനാണ്. സംതൃപ്തിയോടെ ജീവിക്കാതെ എത്ര ഉണ്ടായിട്ടും സംതൃപ്തി ഇല്ലാതെ പോകുന്ന ജനത്തിനെ നമുക്ക് കാണാം. അതിൽ നിന്നൊരു മാറ്റം ഈ നോമ്പുകാലം നമുക്കുണ്ടാകട്ടെ. ഉള്ളതിനെക്കുറിച്ചൊക്കെ ദൈവത്തിന് നന്ദി പറയുക. ഇല്ലാത്തതിനെക്കുറിച്ച് പരാതിയല്ല, ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരാതിപ്പെട്ടിയാകാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.